അഹമ്മദാബാദ് വിമാനാപകടത്തിൽ നമ്മളെയൊക്കെ, പ്രത്യേകിച്ച് മലയാളിയെയൊക്കെ ഏറെ ദുഃഖത്തിലാക്കിയത് പത്തനംതിട്ട സ്വദേശി രഞ്ജിതയും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. രഞ്ജിതയുടെ വിയോഗത്തിന്റെ വേദനയിലാണ് നാട് ഉള്ളത്. രഞ്ജിതയുടെ സഹോദരൻ DNA പരിശോധനയ്ക്ക് വേണ്ടി അഹമ്മദാബാദിലേക്ക് പോകുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായി പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ മെച്ചപ്പെട്ട ഒരു ജീവിതത്തിനു വേണ്ടിയാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് ജോലിയിൽ നിന്ന് 5 വർഷത്തെ താത്കാലിക ലീവുമെടുത്ത് രഞ്ജിത ആദ്യം ഒമാനിലേക്ക് പോയത്. അവിടെ നിന്നും കഴിഞ്ഞ വർഷമാണ് രഞ്ജിത ലണ്ടനിലേക്ക് പോകുന്നത്. വീണ്ടും തിരികെ കുഞ്ഞുങ്ങൾക്കരികിലെത്തി അവിടെ വീടൊക്കെ വെച്ച് പാലുകാച്ചിലേക്കൊക്കെ കടക്കുന്നതിനിടയായിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു രഞ്ജിത. നാട്ടിൽ മക്കൾക്കൊപ്പം സെറ്റിലാകാൻ ആ ഒരു സ്വപ്നവുമായി ലണ്ടനിലേക്ക് വീണ്ടും ഒരു പേപ്പർ വർക്കിന് വേണ്ടി മാത്രം പറന്നുയർന്നതായിരുന്നു. പക്ഷേ ആ സ്വപ്നങ്ങളൊക്കെ തകർത്തുകൊണ്ടാണ് ആ വലിയ അപകടം സംഭവിച്ചത്. ഒരിക്കലും ആ കുടുംബത്തിനോ രഞ്ജിതയെ അറിയുന്ന നാട്ടുകാർക്കോ ഒന്നും താങ്ങാൻ കഴിയാത്ത വേദന തന്നെയാണ് ഈ സംഭവം. സ്കൂൾ വിട്ട് 4 മണിക്ക് വീട്ടിലെത്തിയപ്പോഴാണ് നടക്കാൻ പാടില്ലാത്തതെന്തോ വീട്ടിൽ നടന്നതായി ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായത്. ചേർത്ത് പിടിച്ചവർക്കിടയിലൂടെ വീടിനുള്ളിലേക്ക് കടന്നപ്പോൾ കണ്ട കാഴ്ച മുത്തശ്ശിയുടെ അലമുറയിട്ട കരച്ചിലും. അരുതാത്തതെന്തോ ഒന്ന് സംഭവിച്ചെന്ന് ആ കുരുന്നുകൾക്ക് മനസ്സിലായെങ്കിലും തങ്ങളുടെ അമ്മയുടെ മരണമെന്ന യാഥാർത്ഥ്യം ആയിരിക്കും അതെന്ന് ആ കുട്ടികൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. മുത്തശ്ശിയുടെ അടുത്ത് കാര്യം തിരക്കിയപ്പോൾ അമ്മയ്ക്ക് അപകടം സംഭവിച്ചു എന്ന് മാത്രമാണ് ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായത്. മരണവിവരം അപ്പോഴും ആ കുഞ്ഞുങ്ങളോട് പറയാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. അമ്മ വിമാനാപകടത്തിൽപ്പെട്ടെന്നും ആശുപത്രിയിലാണെന്നും മാത്രമേ ആ 12 വയസ്സുകാരിയോട് അപ്പോൾ പറഞ്ഞുള്ളൂ. ആ വാർത്ത കേട്ടതേ മുത്തശ്ശി തുളസിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ 12-കാരിയുടെ വേദന കൂടി നിന്നവരെയും ഈറനണിയിച്ചു. തലേ ദിവസം നെറുകിൽ തലോടി ഉമ്മതന്ന് പടിയിറങ്ങിയ അമ്മ ഇനി ചിരിതൂകി തിരിച്ചെത്തില്ലെന്ന് ആ പിഞ്ചുമനസ് വിശ്വസിച്ചില്ല. കരഞ്ഞു തളർന്ന മുത്തശ്ശിയും സഹോദരനും ഇതികയെ കെട്ടിപ്പിടിച്ചു. അമ്മയ്ക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ പിന്നെന്തിനാണ് ഇത്രയും ആളുകൾ? ഇതിക ചോദിച്ചു. ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉള്ളൂവെന്ന് പറഞ്ഞ് അലമുറയിട്ടതോടെ അവിടെ കൂട്ടക്കരച്ചിലായി. അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് വാശി പിടിച്ചു കരഞ്ഞ പെൺകുട്ടി ഫോൺ ബെല്ലടിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു, അമ്മയാണോ വിളിക്കുന്നേ? വിളിച്ചാൽ പാറുവിന് മിണ്ടാനുണ്ടെന്ന് പറയണേ. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് കൊഞ്ഞോൺ വീട്ടിൽ രഞ്ജിതാജി നായരുടെ ഇളയ മകളാണ് ഇതിക വി കുറുപ്പ്. രാത്രി വൈകും വരെയും അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞ് കരഞ്ഞു തളർന്ന് മുത്തശ്ശി തുളസിയുടെ ഒപ്പം അവളിരുന്നു. രഞ്ജിതയുടെ മകൻ ഇന്ദുചൂടനും തകർന്നു പോയിരുന്നു. അത്യാഹിത വിഭാഗത്തിലായാലും കുഴപ്പമില്ല, അമ്മയോടൊന്ന് മിണ്ടാൻ പറ്റുമോ എന്നാണ് ആ മകൻ തിരക്കിയത്. ആ മക്കളുടെ മുഖത്തു നോക്കി അമ്മ ഇനി ഇല്ല എന്ന് പറയാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. വിമാന ദുരന്തത്തിൽ മരിച്ചവരിൽ മലയാളി നഴ്സായ രഞ്ജിത നായരുമുണ്ടെന്ന് സ്ഥിരീകരിച്ചതോടെ പുല്ലാട്ടെ കുടുംബ വീട്ടിലേക്ക് പ്രദേശവാസികൾ ഓടിയെത്തി. അസുഖബാധിതയായ രഞ്ജിതയുടെ അമ്മ തുളസിയും രഞ്ജിതയുടെ 2 മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വിമാനത്തിൽ രഞ്ജിതയുണ്ടായിരുന്നുവെന്ന വിവരം ലഭിച്ചിരുന്നുവെങ്കിലും പരിക്കുകളോടെ ആശുപത്രിയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം. പിന്നാലെയാണ് പത്തനംതിട്ട കളക്ടറേറ്റിൽ നിന്ന് രഞ്ജിതയുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ലഭിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.